ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനോടുള്ള നൊവേനയുടെ 6ാം ദിവസത്തിലാണ് നമ്മൾ. പരിശുദ്ധാത്മാവെ വരണമേ, അങ്ങയുടെ വിശ്വസ്തതയുടെ സ്നേഹത്തിന്റെ അഗ്നിയാൽ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്താൽ അവിടുന്ന് നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. സഖിയോൻ ഊട്ടിശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവെ, ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവെ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹ അനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരണമേ. തിരുവചന ഭാഗം റോമ 8-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും നമുക്കറിയാമല്ലോ. അവിടുത്തെ മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപകരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. തന്റെ പുത്രൻ അനേക സഹോദരൻ ആദിജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം സമൃദ്ധിയിൽ നൽകാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിനോട് നമ്മളിൽ വന്ന് നിറയാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എന്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ് എന്നിൽ വന്ന് നിറയണമേ. ദൈവഭക്തി എന്ന ദാനം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവപിതാവിനോടുള്ള സ്നേഹം ജനിപ്പിക്കുന്നു. ഈ സ്നേഹത്തെ പ്രതി, അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ട സകലരെയും പ്രതി, പരിശുദ്ധ അമ്മയെയും വിശുദ്ധരെയും വിശ്വാസികളെയും സഭയെയും സഭാധികാരികളെയും ഭരണാധികാരികളെയും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ദൈവഭക്തിയുള്ള ഒരു വ്യക്തിക്ക് ഭക്താനുഷ്ഠാനങ്ങൾ ഒരിക്കലും ഒരു ഭാരമാകുന്നില്ല, മറിച്ച് ആനന്ദപൂരിതമായ അനുഭവമാകുന്നു. ഓ എന്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സെ എന്നിൽ വന്ന് നിറയണമേ. ഞങ്ങൾ ദൈവഭക്തിയിൽ ആനന്ദിക്കുവാനും സമാധാനത്തിന്റെ മാധുര്യം അനുഭവിക്കാനുമായി ഓ എന്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സെ എന്നിൽ വന്ന് നിറയണമേ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരെ എന്നും നിലകൊള്ളാൻ ഓ എന്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സെ എന്നിൽ വന്ന് നിറയണമേ. ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവഭക്തി ആഴത്തിൽ നിറയാനും എപ്പോഴും ദൈവഹിതം നിറവേറ്റാനുമായി ഓ എന്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സെ എന്നിൽ വന്ന് നിറയണമേ. ബലഹീനതയിൽ ശക്തി പകരുന്ന പരിശുദ്ധാത്മാവിനെ എപ്പോഴും കൂട്ടുപിടിച്ച് ജീവിക്കാനായി ഓ എന്റെ ജീവനെ, ഞങ്ങൾ ആർക്കും ദുഷ്പ്രേരണയ്ക്ക് കാരണമാകാതിരിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളവരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധമായ ചിന്തകളാൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഞങ്ങളിൽ എപ്പോഴും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ നൊവേനയുടെ 6ാം ദിവസത്തിലാണിന്ന്. ഞാൻ ഇന്ന് UK തിരിച്ചെത്തി. നാളെ കഴിഞ്ഞു മുതൽ നമ്മുടെ ധ്യാനം ആരംഭിക്കുകയാണ്. 220ഓളം 25ഓളം ആളുകൾ നമ്മുടെ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ മക്കളിലും എന്നറിയപ്പെടുവാൻ ഗ്രേപ്പട്ടൻ രൂപത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തപ്പെടുന്ന ഈ ധ്യാനത്തില് എല്ലാ മക്കളും പരിശുദ്ധാത്മാവിനെ വലിയൊരു പുതിയ അനോയിന്റിങ് സ്വീകരിക്കുവാനും 4 ദിവസം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് അഭിയൊന്ന് പിതാവും നമ്മോടൊപ്പം ധ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ചാൻസലർ അച്ഛനും ഒക്കെ ധ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ധ്യാനത്തില് രൂപതയൊന്നാകെ ഒരു വലിയ ദൈവാനുഭവങ്ങൾ ഉണ്ടാകാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ നമ്മുടെ ഫസാർട്ടെ കൺവെൻഷനാണ് ജൂൺ മാസം 7-ാം തീയതി സാറ്റർഡേ. പന്തക്കുസ്തിക്ക് ഒരുക്കമായിട്ടുള്ളൊരു 1 ഡേ റിട്രീറ്റ് ആണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവരോടും അത് പറയണം. എല്ലാവരും അവിടെ വരാനും ഒരുമിച്ച് നമുക്ക് കർത്താവിന്റെ വലിയ കരുണ അഭിനന്ദ പിതാവിന്റെ കൈവെപ്പോടുകൂടി ആത്മീയ അഭിഷേകം ജ്വലിപ്പിക്കാനും ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.